ഹലോ, ഗുഡ് മോർണിംഗ് എവ്രിബഡി. ഹൈറിച്ച് ഫാമിലി, നമ്മളിപ്പോൾ ഒരു ഹാപ്പി ഡേയ്സിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നിലവിലെ സാഹചര്യങ്ങളെല്ലാം, കാർമേഘങ്ങളെല്ലാം മാറി പ്രകാശപൂർണമായ ദിവസത്തിലേക്ക് നമ്മൾ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു. ഹായ് പ്രിയപ്പെട്ടവരെ, വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ HR ഇന്നോവേഷൻ്റെ പ്രോഗ്രാം തൃപ്പൂണിത്തറയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കൂടുതൽ അപ്ഡേഷൻസ് വന്നിട്ടില്ല. അതേസമയം കാസർഗോഡ് ജില്ലയിൽ ഹൈറിച്ച് തട്ടിപ്പിന് നേതൃത്വം നൽകിയ 80 പേർക്കെതിരെ കേസ് വന്നിട്ടുണ്ട്. ഇതിൽ ശ്രീന പ്രതാപനുണ്ട്, ജിനിൽ ജോസഫ് ഉണ്ട്. കൂടാതെ നമ്മുടെ പുതിയ കമ്പനിക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ മുനവർ സർ ഇതിൽ 79ാം നമ്പറുകാരനായിട്ട് ഇടം പിടിച്ചിട്ടുണ്ട്. മുനവർ സറിൻ്റെ ആഡംബര ബൈക്ക് ഗവൺമെൻറ്റിന് മുതൽക്കൂട്ടാകുമെന്നാണ് തോന്നുന്നത്. അവിടെ തൃപ്പൂണിത്തറയിൽ ഇന്നോവേഷൻ്റെ പ്രോഗ്രാം നടക്കുമ്പോൾ ഇവിടെ ഓപ്പറേഷൻ നടക്കുകയാണ്. അവിടെ താലികെട്ട്, ഇവിടെ ഓപ്പറേഷൻ. കാസർഗോഡ് ആളുകളെ ചേർത്ത് കോടികളും ലക്ഷങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ തങ്ങളുടെ പേര് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ശ്രീനയുടെയും പ്രതാപൻ്റെയും കേസിലുണ്ടായതുപോലെ തന്നെ ഇതിലും ബെഡ്സ് ആക്ട് ചുമത്തപ്പെട്ട് കഴിഞ്ഞാൽ അത് പോലീസ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകുകയും കൂടാതെ അത് ബെഡ്സ് കോമ്പറ്റൻ്റ് അതോറിറ്റിയുടെ ശ്രദ്ധയിൽ ജില്ലാ കളക്ടർ പെടുത്തുകയും കോമ്പറ്റൻ്റ് അതോറിറ്റി ഇവരുടെ സ്വത്തുക്കളും മറ്റും കണ്ടുകെട്ടാൻ വേണ്ടിയിട്ട് ഉത്തരവിടുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇതുപോലൊരു വലിയ തട്ടിപ്പിൽ 3100 കോടി രൂപ കളക്ട് ചെയ്ത തട്ടിപ്പിൽ ഒരുപാട് സാധാരണക്കാരുടെ ജീവിത സമ്പാദ്യം പോയിട്ടുണ്ട്. അതെല്ലാം തന്നെ കൊണ്ടുപോയിരിക്കുന്നത് ഇടനില നിന്ന ഒരുപാട് പേരാണ്. ലക്ഷങ്ങളും കോടികളും ഒക്കെ സമ്പാദിച്ച ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും ഓരോ ജില്ലകളിലും ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരുടെയും പേരിൽ കേസ് വരികയും സ്വത്തുക്കൾ കണ്ടുകെട്ടപ്പെടുകയും വേണം. എന്നാലേ ഇതിലെ ഇരകൾക്ക് നീതി കിട്ടുകയുള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.